നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നല്ലൊരു വെടിക്കെട്ട് കയ്യടി പ്രിയപ്പെട്ട ഷിജോച്ചന് നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥമായിട്ടൊന്നിരുന്നേ. പ്രിയപ്പെട്ടവരെ, ദൈവ അനുഗ്രഹം ദൈവമക്കളിലേക്ക് വിളിച്ചു ചേർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേർന്നാണ് അടുത്ത വചന മണിക്കൂറിൽ നമ്മൾ ആയിരിക്കുന്നത്. ശ്രുതി പറഞ്ഞ ഹാലേലുയ, 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 ഹാലേലുയ. നമ്മൾ ഈ സമയം ഒരു വെഞ്ചരിപ്പ് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പോവാണ്. വെഞ്ചരിപ്പ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവ അനുഗ്രഹം ദൈവമക്കളിലേക്ക് വിളിച്ചു ചേർക്കുന്ന വലിയ ഒരു ശുശ്രൂഷയാണ്. നമ്മളെല്ലാവരും വെഞ്ചരിപ്പ് ശുശ്രൂഷകളിൽ പങ്കുപറ്റുന്നവരാണ്. നമ്മുടെ വീട് നമ്മൾ വെഞ്ചരിക്കാറുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഭക്തവസ്തുക്കൾ നമ്മൾ വെഞ്ചരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും നമ്മൾ ഈ വെഞ്ചരിപ്പ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ പങ്കുചേരാറുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ വെഞ്ചരിപ്പ് പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത് ഒരു വലിയ ശുദ്ധീകരണം ആ മണ്ണിൽ, ആ വസ്തുക്കളിൽ, ആ വ്യക്തികളിൽ, ആ അന്തരീക്ഷത്തിൽ സംഭവിക്കുകയാണ്. സ്വരത്തിൽ പറഞ്ഞ ഹാലേലുയ, ഹാലേലുയ, ഹല്ലേലുയ. ശുദ്ധീകരണം ഒരു വ്യക്തിയിലേക്ക് സംഭവിക്കുമ്പോൾ ആ വ്യക്തിക്ക് സകല പൈശാചിക പീഡകളുടെ മേലുള്ള അധികാരവും ദൈവമകളുടെ വലിയൊരു സ്വാതന്ത്ര്യവും ആ വ്യക്തി അനുഭവിക്കുകയാണ്. ഒന്ന് രണ്ട് വചനങ്ങൾ ഒന്ന് കുറിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 19 തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 19. മത്തായിയുടെ സുവിശേഷം 16:19. ഈ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇതൊരു വലിയൊരു വാഗ്ദാനമാണ്. ഈ ശുശ്രൂഷ സമയത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുന്ന വാഗ്ദാനമാണ്. പലതരം ഉയർത്തിയ വചനം ഏറ്റുപറയുക. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിലും വലിയൊരു ഡെലിവറൻസ് കൃപ, വെഞ്ചരിപ്പിന്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഹാലേലുയ. ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നെ കെട്ടിയിട്ടിരിക്കുന്ന സകല തിന്മകളും കെട്ടഴിയട്ടെ. ഹല്ലേലുയ, ഹല്ലേലുയ. ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നെ അസ്വസ്ഥമാക്കുന്ന സകല തിന്മയുടെ ചിന്തകളും ഓർമ്മകളും ആലോചനകളും എന്നെ വിട്ടുപോവട്ടെ. കാലാകാലങ്ങളായി എന്നെയും എന്റെ കുടുംബത്തെയും പീഡിപ്പിക്കുന്ന തിന്മകളെ, അന്ധകാര ശക്തികളെ യേശുനാമത്തിൽ തിരുരക്തത്തിന്റെ ശക്തിയാൽ, തിരുക്കുരിശിന്റെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 6 തിരുവചനം. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 26 വേഴ്സ് 6. 26 അധ്യായം 6 തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ ധൈര്യമായി സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. പ്രത്യേകിച്ച് ഈ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ വീട് അന്തരീക്ഷങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ, അത് വന്യമൃഗങ്ങളാവാം, ക്ഷുദ്രജീവികളാവാം, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കൃഷിയിടങ്ങളെയോ, നിങ്ങളുടെ വീട് അന്തരീക്ഷം, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി, നിങ്ങളുടെ ജീവിത വ്യാപാര മേഖലകളിൽ ഏതെങ്കിലും തിന്മകൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 6 തിരുവചനം. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന നാട്ടിൽ, ദേശത്ത്, മണ്ണിൽ ദൈവം സമാധാനം തരും. സമാധാനം പറഞ്ഞേ, എന്ത് തരും? സമാധാനം.
പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള ഏതെങ്കിലും ഒരു പീഡ വരുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇതാ നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് മണ്ണിൽ നിങ്ങൾക്ക് ഞാൻ സമാധാനം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. നിങ്ങളുടെ വീട്ടിൽ സ്വൈര്യമായി വസിക്കുന്നതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം നമ്മൾ ദൈവമക്കളാണ്. ആമേൻ, ആമേൻ. നിങ്ങളുടെ വീട്ടിലോ പരിസര പ്രദേശങ്ങളിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ സ്വൈര്യമായ സ്വസ്ഥമായ ജീവിതത്തെ ഏതെങ്കിലും കാര്യം ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ സമർപ്പിച്ച് നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ സ്വൈര്യമായ ജീവിതത്തെ, എൻ്റെ സമാധാനത്തെ എന്താണ് പീഡിപ്പിക്കുന്നത്, എന്താണ് അസ്വസ്ഥപ്പെടുത്തുന്നത്? ചില പീഡകൾ വന്നതിന് ശേഷം ഉറക്കം നഷ്ടപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്, ഓൺലൈനിൽ പങ്കെടുക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ചില ആളുകളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, ചില സംഭവങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്തോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് മാനസികമായ രോഗപീഠയിലേക്ക് പോകുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. ഇതാ വചനം നൽകുന്നൊരു വാഗ്ദാനം എന്താണ്? ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. വലതുകര ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞേ, ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 6-ാം തിരുവചനം, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ സ്വൈര്യമായി വസിക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശക്തിയാൽ എന്റെ കുടുംബത്തിന്റെ, എന്റെ വ്യക്തി ജീവിതത്തിന്റെ സമാധാനം തകർക്കുന്ന തിന്മകളെ യേശുവേ, 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 നിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ ശക്തിയാൽ ശാസിച്ച് പുറത്താക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയ പ്രവചനം, ബുക്ക് ഓഫ് ഹോസിയ 2-ാം അധ്യായം 18-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ബുക്ക് ഓഫ് ഹോസിയ ചാപ്റ്റർ 2 വേഴ്സ് 18. ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഉടമ്പടി ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഒരു ഉടമ്പടി നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയുവാണ്, ദേ നിനക്ക് സമാധാനം തരാൻ, നിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തോട് ദൈവം ഒരു കരാറിൽ ഏർപ്പെടും, ഒരു കാരണവശാലും നിന്നെ തൊടാതിരിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ചില പീഡകൾ ഒരു വൈദികന്റെ കൈവെപ്പ് കിട്ടുമ്പോൾ, ഒരു വൈദികന്റെ വെഞ്ചരിപ്പ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, ഇപ്രകാരമുള്ളൊരു കൂട്ടായ്മയിൽ വന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുമാറുന്നത്. ഇപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നിങ്ങളെ ചില കാര്യങ്ങൾ ഭാരപ്പെടുത്തുന്നുണ്ടാവും. നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി, ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആ പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ മടുത്തിട്ടുണ്ടാവും. എന്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷ എന്നറിയോ? നമ്മൾ ഒരേ വിഷയത്തിന് വേണ്ടി ഇത്രമേൽ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പെട്ടെന്ന് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും. പ്രത്യേകിച്ച് വൈദികരുടെ സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കും. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തി ഏറ്റുപറയാം. ഹോസിയ പ്രവചനം 2-ാം അധ്യായം 18-ാം തിരുവചനം. ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശ പറവകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഉടമ്പടി ചെയ്യും, ഉടമ്പടി ചെയ്യും. ദൈവമേ, 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 എന്നെ
എന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ, പൈശാചിക പീഡകളെ, അന്ധകാര ശക്തികളെ, ഈ പ്രപഞ്ച ശക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ ശക്തിയാൽ വിടുതൽ സംഭവിക്കട്ടെ. കെട്ടഴിയട്ടെ, കെട്ടഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധികാരം യേശു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 28:18 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈശോ പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും. അതായത് യേശു കുരിശിൽ സാത്താനെ തോൽപ്പിച്ച് നമുക്ക് വേണ്ടി ജീവൻ നേടിത്തന്നപ്പോൾ ഈശോ ഇതാ ദൈവജനത്തോട് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ലഭിച്ചു? യേശു കുരിശിൽ തന്റെ രക്തം വിലയായി കൊടുത്ത് സാത്താനിൽ നമ്മളെ സ്വന്തമാക്കി. നമ്മുടെ മേലുള്ള അധികാരം യേശു സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ വിശ്വസിക്കണം, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഓരോ വ്യക്തിയും പറഞ്ഞ്, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. എന്റെ വീട് യേശുവിന്റെ സ്വന്തമാണ്. സാത്താൻ എന്റെ മേൽ അവകാശമില്ല. സാത്താൻ എന്റെ കുടുംബത്തിന്റെ മേൽ അവകാശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.